വിജയം ആഘോഷിക്കാൻ രാജാക്കന്മാരും പടത്തലവന്മാരും ഘോഷയാത്ര നടത്തുമായിരുന്നു. അവരുടെ അധികാരം ജനത്തിന് വെളിപ്പെടുത്തുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു രക്ഷകനെക്കുറിച്ച് 500 വർഷങ്ങൾക്ക് മുമ്പ് സെഖര്യാ പ്രവാചകൻ വിശുദ്ധ ജനത്തോട് പറഞ്ഞിരുന്നു. സമാധാനത്തിന്റെ പ്രതീകമായ കഴുതയുടെ പുറത്തു കയറി അവൻ വരും എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. യേശുവും ശിഷ്യന്മാരും യെരുശലേമിനോട് അടുത്തെത്തിയിരുന്നു. ഒലിവ് മലയ്ക്കടുത്തുള്ള ബെത്ഫാഗ, ബഥാന്യ എന്നീ പട്ടണങ്ങളിൽ അവർ വന്നു ചേർന്നു. അപ്പോൾ യേശു 2 ശിഷ്യന്മാരെ ഇങ്ങനെ പറഞ്ഞയച്ചു: നിങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോവുക. അവിടെ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഇതേവരെ സവാരി ചെയ്തിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കാണാം. അതിനെ അഴിച്ചു കൊണ്ടുവരിക. എന്തിനാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഗുരുവിന് ആവശ്യമുണ്ടെന്നും ഉടനെ തന്നെ തിരിച്ചയക്കും എന്നും പറയണം. അങ്ങനെ അവർ പോയി ഒരു വീട്ടുപടിക്കൽ തെരുവിൽ കെട്ടിയിട്ടിരുന്ന കഴുതക്കുട്ടിയെ കണ്ടു. അവർ അതിനെ അഴിച്ചപ്പോൾ അവിടെ നിന്നിരുന്നവരിൽ ചിലർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? യേശു അവരോട് പറഞ്ഞതുപോലെ തന്നെ അവർ മറുപടി കൊടുത്തപ്പോൾ ആ മനുഷ്യൻ ശിഷ്യന്മാരെ പോകാൻ അനുവദിച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രങ്ങൾ അതിന്റെ പുറത്ത് വിരിച്ചു. യേശു അതിന്റെ മേൽ കയറി. എന്ത് സന്തോഷം നൽകുന്ന ദിവസമായിരുന്നു അത്! വലിയ പട്ടണമായ യെരുശലേമിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ദേവാലയത്തിലേക്ക് യേശുവും ശിഷ്യന്മാരും പോയി. യെരുശലേമിലേക്കുള്ള വഴിയിലൂടെ യേശുവിനെയും വഹിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന കഴുത. യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം നടന്നു. യാത്രക്കിടയിൽ കൂടുതൽ ആളുകൾ എത്തി. അമ്മമാരും അപ്പന്മാരും ആൺകുട്ടികളും പെൺകുട്ടികളും. ചില ആളുകൾ വഴിയിൽ പരവതാനികൾ വിരിച്ചു. അവർ യേശു ഒരു രാജാവാകുവാൻ ആഗ്രഹിച്ചു. പാതയിൽ പൂക്കൾ വിരിക്കാൻ ചിലർ ശ്രദ്ധിച്ചു. കുരുത്തോലകൾ വീശിയായിരുന്നു മറ്റുള്ളവർ യേശുവിനെ സ്വീകരിച്ചത്. ഒരു കൂട്ടർ കൂടുതൽ ആളുകളെ വിളിച്ചു കൂട്ടുവാൻ ശ്രമിച്ചു. യേശു വരുന്നു, യേശു വരുന്നു! അവർ ഉച്ചത്തിൽ ആർത്തു. യേശുവിനെ കാണുവാൻ ധാരാളം ആളുകളെത്തി. അവർ പാട്ടുകൾ പാടാൻ തുടങ്ങി. അവർ പാടിയത് സന്തോഷത്തിന്റെ പാട്ടുകളായിരുന്നു. ഹോശാന, ഹോശാന എന്നവർ ആർത്തു. ഹോ, എത്ര സന്തോഷകരമായ ദിവസം! പട്ടണ കവാടം തുടങ്ങി യെരുശലേം ദേവാലയം വരെ യേശു കഴുതപ്പുറത്ത് യാത്ര ചെയ്തു. ദേവാലയത്തിൽ യേശു എത്തി. അവിടെ കൊച്ചുകുട്ടികൾ യേശുവിനെ മനോഹരമായ പാട്ടുകൾ പാടി കേൾപ്പിച്ചു.